ഏവർക്കും ഹൃദ്യമായ നമസ്കാരം. ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും, ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു വിശകലനമാണ് നമ്മൾ നടത്തുന്നത്. അതിനായി നമ്മളോടൊപ്പം ഉള്ളത് യുവമോർച്ചയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ഇദ്ദേഹം. ഇപ്പോൾ അടൽജി ഫൗണ്ടേഷന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പൂയപ്പള്ളി അനിലാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ, നമ്മൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ പാർലമെന്റ് ഇലക്ഷനെ സംബന്ധിച്ച് BJPക്ക് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ മുഴുവൻ കേരളത്തിലെ മണ്ഡലങ്ങളിലും സാധിക്കും, അതെന്തുകൊണ്ടാണ്? ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന മോദി ഗ്യാരണ്ടി എന്നുള്ളതാണ്. മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണി ഇലക്ഷനെ നേരിടുന്നത്. മോദി ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ഒരു വോട്ട് ചോദിക്കലാണ് ജനങ്ങളുമായി BJP അല്ലെങ്കിൽ NDA മുന്നണി നടത്തുന്നത്. അത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും മാനസികമായി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് മനസ്സിലായിട്ടുള്ളത്. ഒട്ടനവധി വികസന നേട്ടങ്ങൾ കഴിഞ്ഞ 70 വർഷക്കാലമായി ഈ രാജ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുവന്നിട്ടുള്ള എന്തുമാത്രം വികസന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ വിശകലനം നടത്തുമ്പോൾ ആ കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരുകളുടെ അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര സർക്കാരുകൾ ഇരുന്ന കാലഘട്ടത്തിലും ഒക്കെ കഴിഞ്ഞ 60 വർഷമായി 6 പതിറ്റാണ്ടായി നടത്തിയിട്ടുള്ള വികസനങ്ങളും കഴിഞ്ഞ 10 വർഷക്കാലത്തെ മോദി വികസനവുമായി സർക്കാരിൻ്റെ വികസനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ കഴിഞ്ഞ 60 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളിൽ മോദി സർക്കാരിൻ്റെ 10 വർഷത്തെ അപേക്ഷിച്ച് തുലവും കുറവായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം. ഈ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി വോട്ട് ചോദിക്കുന്നത്. ഈ ഒരു വികസന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മോദിയുടെ ഗ്യാരണ്ടി, കേരളത്തിൽ നിന്നുള്ള വികസന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ LDFനെ UDFനെ സംബന്ധിച്ച് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവർ 20 മണ്ഡലത്തിലും വിജയസാധ്യത ഉണ്ടെന്ന് പറയും. NDA സംബന്ധിച്ച് പറയാൻ സാധിക്കും ഈ 20 മണ്ഡലത്തിൽ മത്സരിക്കുന്ന 20 മണ്ഡലത്തിൽ വിജയസാധ്യത ഉണ്ട് എന്ന്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ളത് അല്ലെങ്കിൽ വിജയിച്ചു വരാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അത് ഏതൊക്കെയാണ്? നമുക്ക് പരക്കെ എല്ലാ ദൃശ്യമാധ്യമങ്ങളുടെ പത്രമാധ്യമങ്ങളുടെ പരക്കെ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ തന്നെ ദൈനംദിനമായ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ. രാഷ്ട്രീയ പ്രബുദ്ധത കൂടുതലുണ്ടെന്ന് അവകാശപ്പെടുന്നവരും. അതുകൊണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം, കേരളത്തിൽ ആദ്യമായി BJPക്ക് എടുത്തു പറയാൻ തക്ക ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ, കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങൽ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ പുലി ഇറങ്ങിയെന്നാണ്. പെൺപുലി അതിപ്പം ചീറ്റപ്പുലിയായി മാറി ഏറ്റവും വേഗതയിലോടുന്ന ജീവിയാണല്ലോ, അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ശക്തമായ അടിയൊഴുക്കുകൾ നടക്കുന്ന മണ്ഡലമായി പത്തനംതിട്ട നിയോജക മണ്ഡലം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും. അതോടൊപ്പം പാലക്കാട്. ഈ 6 മണ്ഡലങ്ങളാണ് BJP NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായി വിജയത്തിലെത്താൻ 100% ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ. ഈ 6 മണ്ഡലങ്ങൾ എന്ന് പറയുന്നുണ്ട്, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങൾ. നമ്മൾ പാലക്കാടിനെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത്. അദ്ദേഹം BJPയുടെ സംസ്ഥാന നേതാവാണ്. ഏത് തരത്തിലുള്ള വിജയസാധ്യതകളാണ് അവിടെ ഉള്ളത്? കാരണം അവിടെ ശ്രീകണ്ഠൻ എന്നുള്ള ശക്തനായ സ്ഥാനാർത്ഥിയുണ്ട്, അതിനോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന് മത്സരിക്കുന്ന ശക്തനായ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ എന്ത് തരത്തിലുള്ള വിജയിക്കുമെന്ന് പറയുമ്പോൾ അത് എന്ത് കാരണത്താലാണ് ആ വിജയം വരുന്നത്? പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് ഉണ്ടായിട്ടുള്ള ഈ റെയിൽവേ കോച്ച് ഫാക്ടറികൾ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ നാളിതുവരെ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ 10 വർഷക്കാലത്തിന് മുമ്പ് വരെ ഉണ്ടായിട്ടില്ലാത്ത ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാലക്കാട് ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കോടാനുകോടി പദ്ധതികൾ നേരിട്ട് വിനിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദീർഘകാലമായി പാലക്കാട് നഗരസഭയുടെ ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെയായി പൊതുപ്രവർത്തന രംഗത്തും ജനങ്ങളുടെ ഇടയിലും വലിയ സ്വാധീനമുള്ള സ്ഥാനാർത്ഥി കൂടിയാണ് കൃഷ്ണകുമാർ. ഈ ജനകീയ ബന്ധവും മോദി സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള വികസന നേട്ടങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അവിടെ പരമാവധി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാടിനെ ഞങ്ങൾ
വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഉള്ള ഒരു മണ്ഡലമായി കണക്കാക്കിയിരിക്കുന്നു. ഈ പാലക്കാട് നിന്ന് നമ്മൾ നേരെ തൃശ്ശൂരായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപി 2 ടൈമായിട്ട് അവിടെ മത്സരിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം വിജയസാധ്യത ധാരാളമായി പറയുന്നുണ്ട്. ഇപ്പോൾ ശക്തമായ ത്രികോണ മത്സരമാണ് തൃശ്ശൂർ. അവിടെ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന്റെ നിർത്തിവെക്കൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ബാങ്കിന്റെ കോഴയുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ധാരാളമായി BJPക്ക് പ്രചരണത്തിനായി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഈ വിഷയങ്ങൾ മതിയാകുന്നു. തീർച്ചയായും സുരേഷ് ഗോപി അവിടെ മത്സരിച്ചിട്ടുള്ള കാലയളവിൽ, അതല്ലെങ്കിൽ അദ്ദേഹം രാജ്യസഭാ MP ആയി പ്രവർത്തിച്ചിട്ടുള്ള കാലയളവിലെല്ലാം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഏറ്റവും വലിയൊരു മനുഷ്യ സ്നേഹിയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ടും, അതോടൊപ്പം തന്നെ ചാരിറ്റി എന്നുള്ള നിലയിലും എല്ലാം അദ്ദേഹം യാതൊരുവിധമായ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കോ അടിമപ്പെടാതെ വളരെ കൃത്യമായ രീതിയിൽ ഫണ്ട് വിനിയോഗം നടത്തിയിട്ടുള്ള, അത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മനുഷ്യസ്നേഹിയായ ഒരു പൊതുപ്രവർത്തകനാണ് സുരേഷ് ഗോപി. പിന്നെ അദ്ദേഹത്തിൻ്റെ താരപരിവേഷം, ഇതിലെല്ലാം ഉപരി കഴിഞ്ഞ ഈ പറയപ്പെടുന്ന പൂരം പോലുള്ള ഈ ദേശീയോത്സവം എന്ന് തന്നെ പറയാം, മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ച് കഴിഞ്ഞ 100-200 വർഷക്കാലമായി പഴക്കവും പാരമ്പര്യമുള്ള പൂരം പോലും ചില സങ്കുചിത താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെയൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു തീരുമാനവും ഗൂഢാലോചനയും നടക്കും. ഇത് ഈ സമയത്ത് അവിടെ ഓടിയെത്തിയ ആളെന്നുള്ള നിലയിൽ അവിടുത്തെ എല്ലാവിധമായ ജനകീയ പ്രശ്നങ്ങളിലും, അത് ടോപ്പ് ടു ബോട്ടം, താഴെത്തട്ട് മുതൽ മുകൾത്തട്ട് വരെയുള്ള സകലവിധമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളെന്നുള്ള നിലയിലും, അതോടൊപ്പം തൃശ്ശൂരിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം അല്ലെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം എന്ന് പറയുമ്പോൾ 72% അർബൻ വോട്ടേഴ്സുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. അവരുടെ ഇടയിൽ ഏത് തരത്തിലുള്ള ആളാണ് വിജയിച്ചു വരേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചൊരു വലിയ കാഴ്ചപ്പാട്, സങ്കുചിതമായ രാഷ്ട്രീയമൊന്നും ഇനി തൃശ്ശൂർ പോലുള്ള മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം അതുപോലെ തന്നെയാണ്, മണ്ഡലങ്ങളിൽ പറഞ്ഞ് ആ പ്രചരണത്തിൽ ഇനി അടിമപ്പെടാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറല്ല എന്നുള്ള വളരെ കൃത്യമായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തൃശ്ശൂരിനെ ആദ്യത്തെ വിജയത്തിൻ്റെ നാന്ദിയായി NDA അല്ലെങ്കിൽ BJP കാണുന്നു. അവിടെ ഇപ്പോൾ നമ്മളൊരു ഘടകം എടുത്തു കഴിഞ്ഞാൽ കരുണാകരന്റെ മകൻ അവിടെ മത്സര രംഗത്തേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് കരുണാകരന്റെ മകൾ BJPയിലേക്ക് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം വരുന്നു. ഇതൊരു വിജയത്തിലേക്കുള്ള ഒരു നാൾ വഴിയാകുമോ? അത് BJPയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ആണോ പത്മജ വന്നത് BJPയിലേക്ക്? തീർച്ചയായും ഈ പത്മജ മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകൾ എന്നുള്ളതിലുപരി നമുക്കിപ്പം കരുണാകരനൊക്കെ മരിച്ച ആ കാലഘട്ടം കഴിഞ്ഞ് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലൊക്കെ അടിപ്പെട്ട് പോയെങ്കിലും പത്മജ വേണുഗോപാലിന് ആ സ്ഥലത്തൊരു സ്പേസ് ഉള്ള ലീഡറാണ്. അതുപോലുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെതായൊരു മെച്ചം ഏത് തരത്തിലും ആര് കടന്നു വന്നാലും ഉണ്ടാവും. ഇവരെ പോലുള്ള ആളുകൾ കടന്നു വരുമ്പോൾ കൂടുതലായി അതൊരു അവിഭാജ്യ ഘടകമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതെല്ലാം ഈ ഇലക്ഷനിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി തീരുമെന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ നേരെ പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ LDFനെ സംബന്ധിച്ച് മത്സരിക്കുന്നത് CPFന്റെ വളരെ ശക്തനായിട്ടുള്ള നേതാവാണ് ഡോക്ടർ തോമസ് ഐസക്. രണ്ടാമത് UDFന്റെ കാര്യം ചിന്തിച്ചാൽ അവിടെ മത്സരിക്കുന്ന സിറ്റിംഗ് MP ആയിട്ടുള്ള ആന്റോ ആന്റണിയാണ്. അവിടേക്കാണ് തനി പുതുമയുള്ള ഒരു പുതിയ താരം എന്നുള്ള രീതിയിൽ, ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ അനിൽ ആന്റണി മത്സര രംഗത്തേക്ക് വരുന്നത്. ഇത് BJPയെ സംബന്ധിച്ച് വിജയിക്കാനുള്ള ഒരു മണ്ഡലമാണെന്ന് പറയുമ്പോഴും എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ അതിന് സാധിക്കും? പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ച് പത്തനംതിട്ട മണ്ഡലം രൂപീകരിച്ച അന്ന് മുതൽ ആന്റോ ആന്റണിയാണ് അവിടെ UDFന്റെ മണ്ഡലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രനാണ് അവിടെ മത്സരിച്ചത്. അതിനു മുമ്പ് വളരെ പരിണിതപ്രജ്ഞനായ നേതാവ് MD രമേശ് ജി ആയിരുന്നു അവിടെ മത്സരിച്ചത്. 1,60,000 വോട്ടുകളാണ് 2014 അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. അതിനുശേഷം ശ്രീ K. സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ 2,97,000 സംതിങ് വോട്ടുകളിലേക്ക് എത്തിച്ചു. ഏതാണ്ട് 1.25 ലക്ഷത്തോളം വോട്ട് വർദ്ധിപ്പിക്കുവാൻ പത്തനംതിട്ട മണ്ഡലത്തിൽ സാധിച്ചു. ശബരിമല മാത്രം ഒരു വിഷയമൊന്നുമില്ല. ആ പത്തനംതിട്ട മണ്ഡലത്തിൽ 39% ക്രിസ്ത്യൻ വോട്ടുകളും 12% SC, അങ്ങനെ 41% ഹിന്ദു വോട്ടുകളും 6% മുസ്ലിം വോട്ടുകളും ഒക്കെ ഉള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. ഇവിടെ ഏതാണ്ട് 1.25 ലക്ഷം വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഈ സമയത്ത് അനിൽ K. ആന്റണി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ, കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ നേതാക്കളിലാണ്, അദ്ദേഹത്തിന്റെ മകനാണ് അവിടെ മത്സരിക്കുന്നത്. ഈ മത്സര രംഗത്ത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കറിയാം, നിങ്ങൾ ആദ്യമേ അനിൽ K. ആന്റണി മത്സരിക്കാൻ ചെന്നപ്പോൾ
അനിൽ കെ ആന്റണി അവിടെ ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ചിത്രത്തിൽ പോലും ഇല്ലാത്തൊരവസ്ഥ. ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ എഴുതി തോമസ് ഐസക്കിന് 31%, അനിൽ കെ ആന്റണി 31%, 2%, 33%, 2% മെജോറിറ്റിയാണ് ആന്റോ ആന്റണിക്ക് നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ സ്ഥിതി വളരെ മാറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നേരിട്ട് ആ മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, അനിൽ കെ ആന്റണിയെ പോലുള്ള അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ അദ്ദേഹം വളരെ വ്യക്തമായി ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. വളരെ വികസന കാഴ്ചപ്പാട്, മിഷൻ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ വളരെ അടിയൊഴുക്കുകൾ നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തപ്പെട്ടൊരു മണ്ഡലമായി പത്തനംതിട്ട മാറിയിരിക്കുന്നു. ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിച്ചു, അതുകൊണ്ടാണോ പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ളത്, അവരെ കൈവിട്ടു പോകുന്നു തോന്നലുണ്ടായത്? തീർച്ചയായും. അത് മാത്രമല്ല, ഈ പ്രിയങ്ക ഗാന്ധിയെ പ്രചരണത്തിന് എത്തിക്കുന്നു ആ മണ്ഡലത്തിൽ, അത് കോൺഗ്രസിന്റെ ഒരു പ്രശ്നവും കൂടിയുണ്ട്. ആന്റണിയുടെ മകൻ അവിടെ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് അവിടെ പ്രിയങ്കയെ തന്നെ ഇറക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി തുടങ്ങിയിട്ടുള്ള അവരുടെ വമ്പൻ നിരയെ ഇറക്കണം എന്നുള്ള അവരുടെ ശക്തമായ ഒരു ആവശ്യവും ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി വന്നതിന് ശേഷം പ്രിയങ്ക ഗാന്ധി ഇറക്കിയതിന് പിന്നിലും ഇത്തരത്തിലുള്ള ചില അജണ്ടകൾ അവിടെ നടക്കുന്നുണ്ട്. അത് അവർ അത്തരത്തിലുള്ള വലിയൊരു പരിശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ മണ്ഡലം BJP NDA മുന്നണി വിൻ ചെയ്യുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യത്തെ മണ്ഡലം പത്തനംതിട്ട ആയിരിക്കുമെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇനി ഒരു ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ BJPയുടെ ശക്തിയായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നു. ആറ്റിങ്ങൽ മത്സരിച്ച സമയത്ത് 25% വോട്ടുകൾ അവർ നേടിയിട്ടുണ്ടായ ഇലക്ഷനിൽ. ഇപ്പൊ ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്ത് 19 മണ്ഡലങ്ങൾ 2019 UDF നിലനിർത്തിയപ്പോൾ ഒരു മണ്ഡലം മാത്രമായിരുന്നു ആലപ്പുഴ LDF നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത്, ആരിഫായിരുന്നു. ഈ സമയത്തും ആരിഫ് അവിടെ മത്സരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ശക്തനായ അവരുടെ അഖിലേന്ത്യാ നേതാവ് എന്ന് പറയുന്ന KC വേണുഗോപാലും മത്സരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ ഈസി ആയിട്ടുള്ള വിജയം സാധ്യമാകും. ഒരു മണ്ഡലത്തിലും ഈസിയായുള്ള വിജയം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഭാരതീയ ജനതാ പാർട്ടി NDA. അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ പോലുള്ള വളരെ ശക്തിയായ BJPയുടെ ക്രൗഡ് പുള്ളർ എന്നുള്ളതിലുപരി കേരളത്തിലെ എല്ലാവിധമായ അഴിമതികൾക്കും സ്വജനപക്ഷപാതത്തിനും എല്ലാവിധമായിട്ടുള്ള നെറുകേടുകൾക്കുമെതിരെ അതിശക്തിയായി പ്രവർത്തിക്കുന്ന വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. നമുക്കറിയാം, കഴിഞ്ഞ 2014 AB താമരാക്ഷൻ എന്ന NDAയുടെ സ്ഥാനാർത്ഥി 43,051 വോട്ടുകളാണ് ഉറപ്പിച്ചത്. ശേഷം വന്ന 2019 തെരഞ്ഞെടുപ്പിൽ ശ്രീ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറ് 1,88,000 വോട്ടിലേക്ക് ഈ 43,000 എത്തിച്ചു. അതിനുശേഷം ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചു, 3 വോട്ടിലേക്കാണ് എത്തിയത്. ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ കേരളത്തിന്റെ തെക്ക്, അത് വടക്കൻ കേരളത്തിലാണ് അവർക്ക് സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു. തെക്കൻ കേരളത്തിൽ ഏറ്റവും തെക്കേ അറ്റത്ത് ആറ്റിങ്ങലിൽ അവർ മത്സരിച്ചു. 92,000 വോട്ടിൽ നിന്ന് 2,48,000 വോട്ടിലേക്ക്, 3 വോട്ടിലേക്ക് വോട്ട് വർധന നടത്താൻ അവർക്ക് സാധിച്ചു. അതുപോലെയാണ് ആലപ്പുഴ മണ്ഡലം BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ശോഭാ സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചത്. ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞ ഉടൻ തന്നെ മണ്ഡലത്തിന്റെ ചിത്രം മാറിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 1,88,000 ഡോക്ടർ KS രാധാകൃഷ്ണൻ പിടിച്ചു 3 വോട്ടുകളാക്കി വർദ്ധിപ്പിച്ച് മാത്രം പരിചയമുള്ള ശോഭാ സുരേന്ദ്രനെ പോലുള്ള ക്രൗഡ് പുള്ളർ ഇപ്രാവശ്യം BJPയുടെ കറുത്ത കുതിരയായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിജയം ഉറപ്പാണ്. സ്ത്രീ വോട്ടർമാർ, അമ്മമാർ, അത് മാത്രമല്ല കേരളത്തിന്റെ ഏറ്റവും പരമ്പരാഗത വ്യവസായങ്ങൾ, ആലപ്പുഴയൊക്കെ എപ്പോഴും BT പൊന്നൂസ് മുതൽ ഇങ്ങോട്ട് തുടങ്ങി വന്നിട്ടുള്ള ഇടതുപക്ഷ 4 തവണയാണ് കോൺഗ്രസിന് MP BM സുധീരനും KC വേണുഗോപാലും അടക്കമുള്ള വക്കം പുരുഷോത്തമൻ അടക്കമുള്ള 3-4 പേരാണ്. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം അവിടെ ഇടതുപക്ഷത്തിന്റെ മാത്രം കോട്ടയായിരുന്നു, മണ്ഡലമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരും 10,000 വോട്ടുകൾക്കാണ് ജയിക്കുന്നത്. ഇപ്പോൾ വളരെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമായിരുന്ന കയർ വ്യവസായം ഇന്ന് ആലപ്പുഴയിൽ നാമമാത്രമായി പോലും അവശേഷിക്കുന്നില്ല എന്നുള്ള പരമ്പരാഗത വ്യവസായങ്ങൾ, മറ്റ് എല്ലാവിധമായ വ്യവസായ സംരംഭങ്ങളും നാമാവശേഷമായി കഴിഞ്ഞു. യാതൊരു വിധമായ വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരാൻ ഈ 2 മുന്നണികളും മാറി വന്നിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഇപ്പൊ തന്നെ മത്സ്യബന്ധന രംഗത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സബ്സിഡികൾ, അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ, ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ വളരെ
ഗുണകരമായ രീതിയിൽ NDAക്ക് ശോഭാ സുരേന്ദ്രൻ അനുകൂലമായി തീരും എന്നുള്ളതാണ് വളരെ നിഷ്പക്ഷമായൊരു വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കറുത്ത കുതിരയായി തീരും എന്ന് ഞങ്ങൾ പറയും. ഇപ്പൊ ഈ ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ കറുത്ത കുതിരയാകുമെന്ന് പറയുന്നുണ്ട്. അവർ പാലക്കാട് മത്സരിച്ചപ്പോഴും ആറ്റിങ്ങ മത്സരിച്ചപ്പോഴും എല്ലാം വളരെയധികം വോട്ട് വർധനവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അതാ മണ്ഡലങ്ങൾ വീണ്ടും നിലനിർത്തിയിട്ട് ആ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് BJP നേതൃത്വം വീണ്ടും ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാത്തത്? ഇവരെ ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നു, അവിടെ വലിയ വോട്ട് വർധനവ് BJPക്ക് ഉണ്ടാകുന്നു. തൊട്ടടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് അവർ അടുത്ത മണ്ഡലത്തിലേക്ക് കൊടുക്കുന്നു. അത് എന്തുകൊണ്ടാണ് അവരെ ഒരു മണ്ഡലത്തിൽ നിലനിർത്തി വിജയസാധ്യതയിലേക്ക് കൊണ്ടുവരാത്തത്? അത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ BJPയുടെ അടിയിലുള്ള പ്രശ്നങ്ങളാണ്? BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കേന്ദ്ര സ്വഭാവം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. വളരെ ഈടുറ്റ സംഘടനാ സംവിധാനമുള്ള സ്ഥാനമാണ്. ഈ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് BJPയുടെ സംസ്ഥാന ഘടകത്തിനൊന്നും ഇതിൽ ഒരു റോളും ഇല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക നിരീക്ഷണത്തിലും അത് വർഷങ്ങളായിട്ട് അവർ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവരുടെ നിരീക്ഷണത്തിലും അവരുടെ വിലയിരുത്തലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ യോഗ്യരായ ആളുകളെ സ്ഥാനാർത്ഥികളും ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ കൂടുതൽ യോഗ്യയല്ലെന്നുള്ളതല്ല. ആ തരത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലുള്ള ഒരു സ്ഥലത്ത് കേന്ദ്രമന്ത്രിയായി പ്രവർത്തിച്ച് വളരെ സ്തുത്യർഹമായ രീതിയിൽ ടീം മോഡി എന്ന് പറയുന്ന ടീമിൽ വളരെ പരിണതപ്രജ്ഞനായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ശ്രീ V മുരളീധരൻ. അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഒരു പക്ഷേ ആ മണ്ഡലത്തിൽ വിജയസാധ്യത കൂടുതൽ V മുരളീധരന് അവർ കണ്ടേക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാവാം അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ BJPക്കുള്ളിൽ അത്തരത്തിലുള്ള യാതൊരു വിധമായ സംഘടനാ പ്രശ്നങ്ങളും നിലവിലില്ല. അതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടിയും രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങളും. ഇപ്പൊ നമ്മൾ എന്തായാലും നേരെ ആറ്റിങ്ങിലേക്ക് വന്ന സമയത്ത് അവിടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള V മുരളീധരൻ മത്സരിക്കുന്നു. അതേ മണ്ഡലത്തിലെ ആളായിട്ടുള്ള ജോയി അവിടെ മത്സരിക്കുന്നു, സിറ്റിംഗ് MP മത്സരിക്കുന്നു. ഈ സമയത്ത് നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഈ സീറ്റിൽ ജയിക്കാൻ പര്യാപ്തമാണോ അദ്ദേഹത്തിന്റെ പ്രവർത്തനം? തീർച്ചയായും. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2014 തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഗിരിജാകുമാരി ആയിരുന്നു അവിടെ NDAയുടെ സ്ഥാനാർത്ഥി. 10% വോട്ടുകളാണ് അന്ന് BJPക്ക് ലഭിച്ചത്, BJP മുന്നണിക്ക് ലഭിച്ചത്. പക്ഷെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള കാൻഡിഡേറ്റ് വന്നപ്പോൾ 25% എത്തിക്കാൻ സാധിച്ചു. 15% വർധനയാണ് വോട്ടിലുണ്ടായത്. ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരു 39% വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥി, 40% വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി തീർച്ചയായും അവിടെ വിജയിച്ചിരിക്കും, അതിൽ തർക്കമില്ല. ശോഭാ സുരേന്ദ്രൻ 15% വോട്ട് വർധന നടത്തിയ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള BJPയുടെ ഏറ്റവും സീനിയർ നേതാക്കളുടെ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ V മുരളീധരൻ അതേ 15% വോട്ട് വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള ആളാണെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ ആ 15% വോട്ട് വർധന അവിടെ നിലവിലുണ്ടായാൽ, ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്ന 15% വർധന ശ്രീ V മുരളീധരനും അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ വിജയം ഉറപ്പാണ്. അതാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത്, അതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് നേതൃത്വം V മുരളീധരനോട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് പറയുമ്പോഴോടെ മത്സരിക്കുന്ന അതേ സ്ഥലക്കാരനായിട്ടുള്ള ജോയിയാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശും അതേപോലെ സിറ്റിംഗ് MP ആണ്. അപ്പൊ അത് ഒരു തരത്തിലുള്ളൊരു ഇതുണ്ടാവില്ലെന്നാണോ പറയുന്നത്? മുരളീധരന് തന്നെ സാധ്യമാകുമെന്ന് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ ത്രികോണ മത്സരങ്ങൾക്ക് പ്രതീതി ഉളവാക്കുന്ന തരത്തിൽ ആറ്റിങ്ങൽ പോലുള്ള മണ്ഡലങ്ങളിൽ ക്രോസ് വോട്ടിങ്ങിനൊന്നും സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് ശ്രീ V മുരളീധരന് സാധ്യതയുള്ളതായി തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വേണ്ടി. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ 2 പ്രാവശ്യം ജയിച്ചിട്ടുള്ളത് 1 ലക്ഷത്തിൽ പര വോട്ടുകൾക്കാണ് ശശി തരൂർ അവിടെ ജയിച്ചിട്ടുള്ളത്. അവിടേക്കാണ് ഈ രാജീവ് ചന്ദ്രശേഖരെ കൊണ്ടുവരുന്നത്, വലിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു, ഇലക്ഷൻ ട്രെൻഡ് തന്നെ മാറ്റുന്നു, BJP ജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് എന്നുള്ള സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നു. ഇതൊരു അട്ടിമറിക്ക് വേണ്ടിയിട്ടാണോ രാജീവ് ചന്ദ്രശേഖർക്ക് ഒരു കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടുവരുന്നത്? തീർച്ചയായും അവിടെ അട്ടിമറി വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള ഒരു പ്രതിഭയെ ഇറങ്ങിയത്. ഡോക്ടർ ശശി തരൂർ നമുക്കറിയാം, അദ്ദേഹം വിശ്വഭവൻ എന്നൊക്കെ പറഞ്ഞ് പ്രതീതി ഉളവാക്കിക്കൊണ്ട് ഇവിടെ മത്സര രംഗത്തേക്ക് കടന്നു വന്ന ആളാണ്. അതിനോടൊപ്പം തന്നെ ജനകീയനായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ, ജനകീയനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ 3 തവണ ശ്രീ സുരേന്ദ്രനാഥ്, KP സുരേന്ദ്രനാഥ്, PK വാസുദേവൻ നായർ
പന്ന്യൻ രവീന്ദ്രൻ, നീല ലോഹിതദാസൻ നാടാർ, ഇങ്ങനെ 4 പേരാണ് അവിടെ ജയിച്ചിട്ടുള്ളതായിട്ടാണ് വിലയിരുത്തുന്നത്. തെറ്റിട്ടുണ്ടോ എന്നറിയില്ല. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ആ 14 എംപിമാരിൽ ഈ 4 പേരാണ് ഇവിടെ. പന്ന്യൻ രവീന്ദ്രന്റെ ഉപതെരഞ്ഞെടുപ്പിലാണ് വിജയിക്കുന്നത്. PKB മരിച്ച ഉപതെരഞ്ഞെടുപ്പിലാണ് വിജയിക്കുന്നത്. അവിടെ ശക്തമായ സാന്നിധ്യമാകാൻ അതിനുശേഷം ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല. പന്ന്യൻ രവീന്ദ്രൻ വളരെ പരിണിതപ്രജ്ഞനായ നേതാവും തികഞ്ഞ കമ്മ്യൂണിസ്റ്റുമാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് 76% അർബൻ വോട്ടേഴ്സ്, 27% റൂറൽ വോട്ടേഴ്സും മറ്റ് കോസ്റ്റൽ വോട്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെ 7 മണ്ഡലങ്ങൾ, കോവളം ഒഴികെയുള്ള 6 മണ്ഡലവും LDFന്റെ കയ്യിലാണ്. എങ്കിൽ പോലും അവിടെ UDF ആണ് കുറെ കാലങ്ങളായി ആ സീറ്റ് നിലനിർത്തുന്നത്. ഡോക്ടർ തരൂർ വളരെ സ്വീകാര്യനായ നേതാവാണ്, ഇന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. പക്ഷെ കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഇദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് വിലയിരുത്തുമ്പോൾ അതൊരു ബിഗ് സീറോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും സാധ്യമല്ല. ഈ ഡോക്ടർ തരൂരിനെ നേരിടാൻ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള ഒരു IT വിദഗ്ധനെ, ടീം മോഡിയിലെ ഏറ്റവും വിദഗ്ധനായ, ദീർഘവീക്ഷണമുള്ള, കാര്യശേഷിയുള്ള, കർമ്മശേഷിയുള്ള ഒരു മന്ത്രിയായിട്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അദ്ദേഹത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ സൈനികർക്ക് 1 റാങ്ക്, അദ്ദേഹം ഒരു വലിയ സൈനികന്റെ മകനാണ്. 1 റാങ്ക് 1 പെൻഷൻ എന്ന് പറയുന്ന പദ്ധതി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ വലിയ ത്യാഗമുണ്ട്. അദ്ദേഹം അതിനുവേണ്ടി സമരം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാർത്താവിനിമയ രംഗത്ത്, പ്രക്ഷേപണ രംഗത്ത്, അതുപോലെ തന്നെ IT മേഖലയിൽ ഒക്കെ ഈ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള കുതിച്ചുചാട്ടത്തിൽ വളരെ വിദഗ്ധമായ രീതിയിൽ പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖരൻ. അപ്പോൾ തിരുവനന്തപുരം പോലെയുള്ള നമ്മുടെ ഏറ്റവും പ്രബലമായ തലസ്ഥാന നഗരിയിൽ രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള ഒരാൾ വിജയിച്ചു വന്നാൽ ആ മണ്ഡലത്തിന്റെ മുഖച്ഛായ ഏതെല്ലാം തരത്തിലേക്ക് അതിനെ IT ഹബ്ബാക്കി മാറ്റുമെന്ന് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ബാംഗ്ലൂർ പോലെയൊക്കെയുള്ള ഒരു IT ഹബ്ബാക്കി കേരളത്തിന്റെ തലസ്ഥാന നഗരിയെ, തലസ്ഥാന മണ്ഡലത്തെ മാറ്റും. അതിനു വേണ്ടിയിട്ടാണ് വോട്ട് വയ്ക്കുന്നത്. അത് ഗ്യാരണ്ടിയാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ളതും അതോടൊപ്പം മോദിയുടെ ഗ്യാരണ്ടിയുമാണ്. ഇത് രണ്ടും തിരുവനന്തപുരത്തെ ജനങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനുവേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളുമാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയം സുനിശ്ചിതമാണ്. ഇപ്പൊ നമ്മൾ ഈ മണ്ഡലങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് BJPക്ക് 6 മണ്ഡലങ്ങളിൽ എന്തായാലും വിജയിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. കാലാകാലങ്ങളായി BJP മത്സരിച്ച് കഴിയുമ്പോൾ ഈ വിജയത്തിന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം BJPയുടെ നേതാക്കന്മാർക്ക് പറയേണ്ടി വരുന്നുണ്ട്, ക്രോസ് വോട്ടിംഗ് നടന്നതുകൊണ്ടാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം പരാജയപ്പെട്ടത്. ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട് തിരുവനന്തപുരം, തൃശ്ശൂർ പോലുള്ള മണ്ഡലങ്ങളിൽ ക്രോസ് വോട്ട് നടക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ആ ക്രോസ് വോട്ട് നടക്കാൻ സാധ്യത ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് BJP ചിന്തിച്ചിട്ടുണ്ടോ? അതിനെങ്ങനെയാണ് നേരിടാൻ സാധിക്കുന്നത്? കേരളത്തിൽ കാലാകാലങ്ങളായി BJP ജയിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം പ്രത്യേകിച്ച് കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള ക്രോസ് വോട്ടിംഗ് സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ നേമം പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ ഇത് ഉണ്ടായിരുന്നു. ഈ നേമത്ത് BJPയുടെ ഏറ്റവും ശ്രേഷ്ഠനായ നേതാവ് O രാജഗോപാൽജി മത്സരിച്ച സമയത്ത് നേമം നമ്മൾ പിടിക്കും. ആ സമയത്ത് പോലും ക്രോസ് വോട്ടിങ്ങിന് സാധ്യതയുള്ള മണ്ഡലമായിരുന്നു. പക്ഷെ അതിനെ അതിജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ സാധിച്ചു. പക്ഷെ ഇപ്പോൾ ഈ ക്രോസ് വോട്ടിംഗ് സംവിധാനം വിലപ്പോകില്ല. ജനങ്ങളെല്ലാം പ്രബുദ്ധരായി കഴിഞ്ഞു. ഈ ക്രോസ് വോട്ടിംഗ് സംവിധാനം ഇവിടെ നടത്തി ഒരു കാലിലെ മന്തെടുത്ത് അപ്പുറത്ത് വെച്ച് അല്ലെങ്കിൽ മച്ചിപ്പശുവിനെ തൊഴുത്തു മാറ്റി കെട്ടി എന്നുള്ളൊരു സമ്പ്രദായത്തിലേക്ക് നീങ്ങാൻ പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലെയുള്ള, തൃശ്ശൂർ പോലെയൊക്കെയുള്ള മണ്ഡലങ്ങൾ ഒരിക്കലും തയ്യാറാവത്തില്ല എന്നുള്ള വളരെ വിദഗ്ധമായ ഒരു അഭിപ്രായ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു പ്രവർത്തനം, അതേ സംബന്ധിച്ചുള്ള അഭിപ്രായ രൂപീകരണം ഒക്കെ തന്നെ നടത്തിയതിൻ്റെയും വിലയിരുത്തിയതിൻ്റെയും അനലൈസ് ചെയ്തതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് 6 മണ്ഡലങ്ങൾ വിജയിക്കുമെന്ന് പറയുന്ന സമയത്ത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സംസ്ഥാന നേതാവായിട്ടുള്ള MT രമേശ് മത്സരിക്കുന്നുണ്ട്. ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ BJP കാര്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ തീർച്ചയായും BJP വളരെ ഒരു ദീർഘവീക്ഷണത്തോട് വലിയൊരു മിഷൻ ഞാൻ നേരത്തെ വലിയൊരു മിഷനാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഏതാണ്ട് 12-13 മണ്ഡലങ്ങളിൽ 3 ലക്ഷത്തിന് മേൽ BJP വോട്ടുണ്ടാവും. ഈ 3 ലക്ഷത്തിന് മേൽ വോട്ടുണ്ടാവുന്ന മണ്ഡലങ്ങളെല്ലാം തന്നെ
എ കാറ്റഗറി മണ്ഡലങ്ങളായി മാറുന്നു. അവിടെ വിജയ ശതമാനം അതായത് 30% വോട്ട് വന്നാലേ ആവത്തുള്ളൂ. 40% ത്രികോണ മത്സരം വരുന്ന സ്ഥലങ്ങളിലൊക്കെ 40% വോട്ട് മതി. അതെല്ലാം തന്നെ ഏതാണ്ട് 12-13 മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ സാന്നിധ്യമാവാനും വിജയിക്കാനും സാധിക്കും. അങ്ങനെയുള്ള വളരെ സുദീർഘമായൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഇപ്പം നിർത്തിയിരിക്കുന്നത്. ഇത് വേറെ തരത്തിൽ ഇപ്പോൾ 7 നിയമസഭാ അസംബ്ലി മണ്ഡലങ്ങൾ ചേരുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഈ 3 കഴിഞ്ഞ തിരുവനന്തപുരത്ത് 2 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം സെൻട്രലിൽ നിയമം തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്തായിരുന്നു ഒ രാജഗോപാൽ മത്സരിക്കുന്നത്. ഇതുപോലെ പിന്നീട് ആ മണ്ഡലം നമുക്ക് നിലനിർത്താൻ സാധിച്ചു. ഈ ക്രോസ് വോട്ടിംഗ് സംവിധാനത്തിലേക്കാണ് കഴിഞ്ഞ പ്രാവശ്യം അത് നേരിയ വ്യത്യാസം നഷ്ടപ്പെട്ടത്. അതിൽ സ്ഥാനാർത്ഥി ഘടകം മറ്റു നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിൽ പോലും പക്ഷേ ഈ 7 മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും പല നിയോജക മണ്ഡലങ്ങളിലും BJP 1ാം സ്ഥാനത്തേക്ക് എത്തും. അങ്ങനെ നേരിയ വ്യത്യാസത്തിൽ ഒരു ഫോട്ടോ ഫിനിഷിംഗ് മത്സരത്തിലേക്ക് പല മണ്ഡലങ്ങളിലും എത്തിച്ചേരും. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയൊരു മുന്നേറ്റം, ഒരു 35ഓളം മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ NDA മുന്നണിക്ക് സാധിക്കുന്നതായിരുന്നു ഒരു തർക്കവുമില്ല. അതാണ് കാഴ്ചപ്പാട്. ദേശീയ തലത്തിൽ BJPയെ നേരിടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പോലുള്ള പാർട്ടികൾ ഒരുമിച്ച് ചേർന്നിട്ട് ഇന്ത്യ സഖ്യത്തിന്, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലെ സംബന്ധിച്ച് നമ്മൾ വയനാട് എടുക്കുന്നത്, സംസ്ഥാന പ്രസിഡന്റായിട്ട് സുരേന്ദ്രൻ മത്സരിക്കുന്ന വയനാട് എടുത്തു കഴിഞ്ഞാൽ 2 നേതാക്കന്മാരാണ് അവിടെ പരസ്പരം, ഇന്ത്യ മുന്നണിയിൽ 2 നേതാക്കൾ, ആനി രാജയും രാഹുൽ ഗാന്ധിയും പോലുള്ള നേതാക്കന്മാരാണ് അവിടെ മത്സരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? അത് നമ്മൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ് വയനാട്ടിൽ മത്സരം. അതൊരു രാഹുൽ ഗാന്ധിയെ പോലൊരാൾ വന്ന് മത്സരിക്കുന്ന മണ്ഡലം, അല്ലെങ്കിൽ ആനി രാജ CPI ഈ രാജ്യത്ത് അവരുടെയൊക്കെ സ്വാധീനത്തെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല, മത്സരിക്കുന്ന മണ്ഡലത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കട്ടെ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നു. നമുക്കറിയാം, നിങ്ങൾ മാധ്യമങ്ങൾക്കറിയാം, ഇപ്പോൾ അവിടെ ഉണ്ട്. കഴിഞ്ഞ തവണ അത് BDGSന്റെ സീറ്റായിരുന്നു. ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു മത്സരിച്ചിരുന്നത്. തുഷാർ വെള്ളാപ്പള്ളി എന്ന് 80,000-82,000 വോട്ട് പിടിച്ചിരുന്നു. പക്ഷെ K. സുരേന്ദ്രൻ അതിൻ്റെ 5 ഇരട്ടി വിജയിക്കുമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. ഞങ്ങൾ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളാണ്. വിജയിക്കുമെന്ന് അവകാശപ്പെടും. പക്ഷെ 5 ഇരട്ടി വോട്ട് അവിടെ വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഇന്ത്യ മുന്നണി, അത് ഇവർ ഈ പരസ്പരം, ഇപ്പം ആനി രാജ ജയിച്ചാലും രാഹുൽ ഗാന്ധി ജയിച്ചാലും ഒന്ന് തന്നെയാണല്ലോ എന്ന് തോന്നുമ്പോൾ അവർ രണ്ടുപേരും അവിടെയൊക്കെയാണ് ഈ ഇടതുപക്ഷം ഒന്നുമല്ലാതായിത്തീരുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വയനാട്ടിൽ വന്നത് തെറ്റാണെന്ന് CPI പറയുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് തെറ്റായി പോയെന്ന് അവരും ബാധിക്കും. അപ്പം പൂച്ച അതിൻ്റെ പ്രജനന കാലത്ത് വളരെ കടിച്ചു കീറി തിന്നാനുള്ള സൗണ്ടുകൾ കേൾപ്പിക്കും. പക്ഷെ അത് അതിൻ്റെ പ്രജനന കാലത്ത് അവർ ഇണചേരുന്നതിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയൊന്നും ഈ രാജ്യത്ത് ചുവടുറപ്പിക്കാൻ സാധിക്കുന്ന ഒരു മുന്നണിയല്ല. അതൊരു അവിയൽ മുന്നണിയാണ്, അഴിമതി സഖ്യമാണ്. ഒരു കുടുംബാധിപത്യങ്ങൾ പല സ്റ്റേറ്റുകളിലും അഴിമതിയും സ്വജനപക്ഷപാതവും കുംഭകോണങ്ങളും നടത്തിയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ എല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഗിമ്മിക്കാണ് ഈ ഇന്ത്യ മുന്നണി. അതിലെല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയൊന്നും ഈ രാജ്യത്തൊരു മുന്നണി സംവിധാനമായി ഈ രാജ്യത്തിൻ്റെ ഭരണസാരഥ്യത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതൊക്കെ മിഥ്യാധാരണ, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്ന് മാത്രമേ പറയാം. വളരെയേറെ തിരക്കാണെന്നറിയാം ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട്. എന്നാൽ ഇത്രയും സമയം നമുക്ക് അനുവദിച്ചതിന് നന്ദി പറയുന്നു. എന്നോടൊപ്പം തന്നെ BJP ആഗ്രഹിക്കുന്ന തലത്തിൽ സ്ഥാനാർത്ഥികൾ പാർലമെന്റിലേക്ക് വിജയിച്ചിട്ട് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. നന്ദി.